ദൈവ തിരുനാമത്തിന് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ദുരാത്മാവ് എങ്ങനെ വിശ്വാസിയിൽ വരും എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ദുരാത്മാവ് ഒരു വ്യക്തിയിൽ എങ്ങനെ പ്രവേശിക്കുന്നു, അതിന് ചില പോയിന്റുകൾ മാത്രം പറയാം. വിവരണങ്ങൾ സമയ അനുസരിച്ച് നമ്മളത് കൈകാര്യം ചെയ്യും. ഒന്ന്, തെറ്റായ ഉപദേശങ്ങളും തെറ്റായ ആരാധനയിലും ദുരാത്മാവ് ഒരു വ്യക്തിയിൽ പ്രവേശിക്കുവാൻ സാധ്യതയുണ്ട്. തെറ്റായ ഉപദേശം, തെറ്റായ ആരാധന, ദൈവിക ആരാധന അല്ലാതെ ദൈവിക ആരാധന എന്ന് പറഞ്ഞ് പലതിലും മനുഷ്യർ ചെന്ന് വീഴുന്നുണ്ട്. അത് ദുരാത്മാവിന് അവൻ്റെ ഉള്ളിൽ പ്രവേശിക്കുവാനുള്ള വഴി തുറന്നു കൊടുക്കുകയാണ്. രണ്ടാമത്, ചെറുപ്പകാലത്തുണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ, പലവിധമായ സമ്മർദ്ദങ്ങൾ മനുഷ്യനെ പിശാച് ഒരുവരിൽ പ്രവേശിക്കുവാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം. മൂന്നാമത്, വികാരപരമായ ഷോക്ക്, ഏതെങ്കിലും വിഷയത്തിൽ ഉണ്ടാകുന്ന മനുഷ്യരിലുണ്ടാകുന്ന വികാരപരമായിട്ടുണ്ടാകുന്ന ഷോക്കുകൾ. വികാരം എന്ന് പറയുമ്പോൾ സ്നേഹം ഒരു വികാരമാണ്, കോപം ഒരു വികാരമാണ്. അങ്ങനെ ഉള്ള വികാരങ്ങളിലൂടെ കയറുന്ന പിശാചിന് കയറുവാനുള്ള വഴികളാണ്. അതുപോലെ തന്നെ സംതൃപ്തമാകാത്ത ചില വികാരങ്ങൾ, വേണ്ട രീതി സ്നേഹം കിട്ടിയില്ല എങ്കിൽ, വേണ്ട രീതി പരിഗണന കിട്ടിയില്ല എങ്കിൽ, വേണ്ട രീതിയിൽ ആളന് കിട്ടിയില്ല എങ്കിൽ അത് പിശാചിന് കയറുവാനുള്ള ഒരു വാതിലായി മാറാറുണ്ട്. നാലാമത്തത്, പാപപ്രവൃത്തികൾ, ദുർസ്വഭാവങ്ങൾ. ഒരു മനുഷ്യന് ദുർസ്വഭാവം ഉണ്ടെങ്കിൽ അതിലൂടെ സാത്താനി ശക്തികൾ കയറുവാനുള്ള വഴി തുറന്നു കൊടുക്കുകയാണ്. മറ്റൊരു വാതിലെന്ന് പറഞ്ഞാൽ, പിശാചിന് കയറുവാനുള്ള വാതിൽ എന്ന് പറഞ്ഞാൽ, ചിലരുടെ കൈവെപ്പിനാൽ പിശാച് അവൽ വരും. ചിലരെ അശുദ്ധാത്മാ ബാധിച്ച ഒരു വ്യക്തി അവരിൽ കൈ വെക്കുകയാണെങ്കിൽ ആ അശുദ്ധാത്മാവിൻ്റെ വ്യാപാരം ഈ വ്യക്തിയിലേക്ക് പ്രവേശിക്കുവാനുള്ള വാതിലായി മാറാറുണ്ട്. ആറാമത്തത്, മനുഷ്യൻ്റെ ഐഡിയലായിട്ടുള്ള വേർഡ്സുകൾ, ഉദാസീനമായിട്ട് ചിലർ പറയുന്ന ചില വാചകങ്ങൾ, അത് അവന് പിശാച് കയറുവാനുള്ള വഴിയായി മാറാറുണ്ട്. ഉദാസീനമായിട്ട് ചിലർ പറയുന്ന വഴികളുണ്ട്. ഉദാസീനമായിട്ട്, അതായത് ഞാനങ്ങ് ചത്തുപോയാൽ കൊള്ളായിരുന്നു, ഞാൻ ചത്താൽ കൊള്ളായിരുന്നു, ഞാൻ ചിലപ്പോൾ അങ്ങ് ചത്തുപോകും, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, ഞാനങ്ങ് രോഗിയാകും, ഞാൻ ഒരു നശിച്ചു പോകും, എൻ്റെ കാര്യം ഇങ്ങനെയൊക്കെയാകും എന്നിങ്ങനെ നിരാശപരമായ വാചകങ്ങൾ പറയുന്നത് അത് നമ്മളെ നിരാശയിലേക്കും അത് പിന്നീട് പിശാചിന് പ്രവേശിക്കുവാനുള്ള ഒരു വഴിയായി മാറും. അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഐഡിയലായിട്ടുള്ള ഉദാസീനമായിട്ടുള്ള വാക്കുകൾ പറയരുത്. ആ പറയുന്ന വാക്കുകൾ മനുഷ്യന് പിശാച് മനസ്സിൽ കയറുവാനുള്ള വാതിലായി മാറും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ മനുഷ്യൻ്റെ ഹൃദയത്തിലെ ചിന്തകളും വിചാരങ്ങളും ഒക്കെ അറിയുന്ന ദൈവം മനുഷ്യന് ചിന്തകൾ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുവാനുള്ള ചിന്തയാണ് ദൈവം മനുഷ്യന് കൊടുത്തിട്ടുള്ളത്. അപ്പം അങ്ങനെ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ചിന്തകൾ തെറ്റായി ചിന്തിക്കുവാനുള്ള വഴിയായി മാറിയാൽ അതിലൂടെ ഒരു വ്യക്തിയിൽ പിശാച് കയറുവാനുള്ള സാധ്യതകൾ ധാരാളമാണ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിലെ ചിന്തകൾ, നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങൾ എല്ലാം ദൈവത്തിന് ഹിതമായിരിക്കണമെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നുണ്ട്. അപ്പോൾ ദുരാത്മാവ് കയറുവാനുള്ള വാതിലുകൾ ഇതൊക്കെയാണ്.
ഒരിക്കലും ഒരു വ്യക്തിയിൽ വാതിൽ തുറക്കാതെ ഒരു പിശാചും ഒരു വ്യക്തിയിൽ കയറത്തില്ല. ഈ പറയപ്പെട്ട ഏതെങ്കിലും വഴികളിലൂടെ വാതിലുകൾ തുറന്നു കൊടുത്തെങ്കിൽ മാത്രമേ പിശാച് കയറുകയുള്ളൂ. ഏഴാമത്തെ ഒരു പോയിന്റോട് പറയാം. ചെറുപ്പകാലത്തിലുള്ള മാതാപിതാക്കളുടെ സ്വാധീനം. മാതാപിതാക്കളെ അവരെ വളർത്തിയപ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്ന വാതിലുകളുണ്ട്. നീ പിശാചിൻ്റെ മകനാണെന്നും നീ നശിച്ചു പോയവനാണെന്നും നിന്നെ കൊള്ളത്തില്ലെന്നും നീ ജനിച്ചപ്പോൾ മുതലേ ഇങ്ങനെയാണെന്നും ഇങ്ങനെയൊക്കെയുള്ള ആ വാക്കുകൾ പിശാച് ആ വ്യക്തിയിൽ കയറുവാനുള്ള ഒരു വാതിൽ നിങ്ങൾ തുറന്നു കൊടുക്കുകയാണ്. നീ ഒരു പിശാചാണ്, നീ ജനിച്ചപ്പോഴേ ഈ വീടൊരു പിശാചിൻ്റെ വീടായി, നിന്നെ കൊള്ളത്തില്ല, നിന്നെ വേണ്ടെന്ന് ഞങ്ങൾ വിചാരിച്ചതാണ്, അന്നേരം തന്നെ ഞങ്ങൾ നിന്നെ എവിടെയെങ്കിലും കൊണ്ടുവിടണമെന്ന് വിചാരിച്ചു. ഇങ്ങനെയൊക്കെ പറയുന്ന വാക്കുകളും മനുഷ്യനെ ഉള്ളിലേക്ക് പിശാച് കയറുവാനുള്ള സാധ്യതകളാണ്. അതുകൊണ്ടാണ് ചെറുപ്പകാലത്ത് ചിലരുടെ ഉള്ളിലേക്ക് കയറുവാനായിട്ട് കാരണമായി തീരുന്നത്. ചില കുഞ്ഞുങ്ങൾ പിശാചിൻ്റെ സ്വഭാവം കാണിക്കുകയും പിശാചിനെ പോലെ ആകുകയൊക്കെ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നതിനൊരു കാരണം, കുട്ടികൾ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അവരെ പിശാചിന് കയറുവാനുള്ള വഴികൾ വെച്ചു കൊടുക്കുവാൻ നിങ്ങൾ തന്നെ, പേരൻ്റ് തന്നെ അല്ലെങ്കിൽ മാതാപിതാക്കൾ തന്നെ വഴികൾ വെച്ചു കൊടുക്കുന്നുണ്ട്. നിസ്സാരമായിട്ട് അവർ പറയുന്ന കാര്യമായിരിക്കും, നിന്നെ കണ്ടൊരു പിശാചിനെ പോലിരിക്കുന്നു, നീ ഒരു പിശാചാണ്, നീ ജനിച്ചപ്പോഴേ ഈ വീട് ഒരു നരകമാണ്, ഇങ്ങനെ നിന്നെ ഞങ്ങൾക്കാർക്കും ഇഷ്ടമല്ല എന്നുള്ള വാക്കുകൾ അത് പിശാചിന് കയറുവാനുള്ള വാതിലായി മാറാറുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ തന്നെയാണ് വാതിലുകൾ തുറന്നു കൊടുക്കുന്നത് പിശാചിന് വേണ്ടി. ആ വാതിലുകൾ തുറന്നു കൊടുക്കാതിരിക്കുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വിജയകരമായി മുൻപോട്ട് പോകുവാൻ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോന്നായിട്ട് വിവരിക്കുവാനായിട്ട് നമുക്ക് സമയമെടുക്കുന്നില്ല. ഞാനൊരു 10 മിനിറ്റ് കൊണ്ട് നിർത്താൻ ആഗ്രഹിക്കുകയാണ്. കുടുംബത്തിലെ ദുരാചാരങ്ങൾ, തെറ്റായ മതങ്ങളും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പുറപ്പാട് പുസ്തകത്തിലെ 20-ാം അധ്യായം 3 മുതലുള്ളതായ വേദഭാഗത്ത് നമ്മൾ വായിക്കുമ്പോൾ യാതൊന്നിൻ്റെയും പ്രതിമ ഉണ്ടാക്കരുത്, അവയെ പ്രതിഷ്ഠിക്കരുത്. അങ്ങനെ ഉണ്ടാക്കുകയും പ്രതിഷ്ഠിക്കുകയൊക്കെ ചെയ്യുന്നവർ 3-ാമത്തെ 4-ാമത്തെ തലമുറ വരെ അത് സന്ദർശിക്കുമെന്ന, മക്കൾ സന്ദർശിക്കുമെന്നവർ 4-ാം തലമുറ വരെ സന്ദർശിക്കുമെന്ന്. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു കൺഫ്യൂഷനുള്ള ഒരു കാര്യമാണ്. പലരും പറയുന്നത് പഴയ നിയമത്തിലാണല്ലോ ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്, പുതിയ നിയമത്തിൽ ഇങ്ങനെയുള്ള ശാപങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് അത് ബാധകമല്ല എന്ന് പറയുന്ന ആൾക്കാർ. വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലെ എത്തിക്സ് എല്ലാം അല്ലെങ്കിൽ മോറൽ അല്ലെങ്കിൽ ധാർമ്മികതയെല്ലാം തന്നെ നമ്മൾ നിലനിർത്തേണ്ടതാണ്. ധാർമ്മികത വേണ്ടാന്ന് പറഞ്ഞിട്ടുള്ളതെല്ലാം വേണ്ടാന്നും, വേണമെന്ന് പറഞ്ഞിട്ടുള്ള വേണമെന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ചിന്തിക്കുന്നതാണ്. ധാർമ്മികത അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താ ധാർമ്മികത? ധാർമ്മികത എന്ന് പറഞ്ഞാൽ ധാർമ്മിക ബോധമില്ലാത്ത തലമുറയാണ് ഇന്നത്തെ എന്നൊക്കെ നമ്മൾ പറയണം. അതിന് കാരണം എന്നാ? എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നുള്ള ബോധം ഉണ്ടാകുന്നതിനാണ് ധാർമ്മികത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങൾ നമ്മൾ അനുവർത്തിക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ലോകത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പാടില്ല, ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതാണ്. ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, ചെയ്യരുതാത്ത കാര്യങ്ങളുണ്ട്. ആ അറിവിനെയാണ് ധാർമ്മികത എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ അറിയേണ്ട കാര്യങ്ങൾ അറിയാതെ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിയാത്ത രീതി ചെയ്യുകയാണെങ്കിൽ അതിന് ധാർമ്മിക ബോധമില്ലാത്ത വ്യക്തി എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ധാർമ്മികത വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ ധാർമ്മികത നമ്മൾ അനുഷ്ഠിക്കേണ്ടതാണ്. അപ്പോൾ ഒരു വ്യക്തി ചെയ്യേണ്ടാത്തതൊക്കെ ചെയ്തിട്ട് കാരണങ്ങൾ ഉണ്ടാക്കിയിട്ട് എനിക്ക് പുതിയ നിയമത്തിൽ ശാപം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മളൊരു കാരണം ഉണ്ടാക്കിയാൽ നമുക്ക് ശാപം വന്ന് ഫലിക്കും എന്നുള്ള യാതൊരു സംശയമില്ല. അത് സദൃശവാക്യത്തിൽ അത് പറയുന്നുണ്ട്, കുരിയിൽ കാറ്റിൽ പാറിപ്പോകുന്നതിലും മേൽപക്ഷി പറന്നു പോകുന്നതിലും കാരണം കൂടാതെ ശാപം ഫലിക്കുകയില്ല. അപ്പോൾ കാരണം ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും ശാപം ഉണ്ടാകും. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന ഒരു ദൈവദാസനെ കണ്ണീർ കുടിപ്പിച്ചാൽ ആ വ്യക്തിക്ക് ഒരിക്കലും അനുഗ്രഹമല്ല, ആ വ്യക്തിക്ക് ശാപമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ശാപം എന്ന് പറയുന്ന ഒരു വസ്തുത യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇന്നും പുതിയ നിയമത്തിലുമുണ്ട്. എല്ലാ ശാപമൊന്നും അങ്ങനെ കാരണം ഉണ്ടാക്കിയിട്ട് നമ്മളതിന് കാരണത്തിന് പരിഹാരം കാണാതിരുന്നാൽ ഒരിക്കലും ശാപം മാറിപ്പോവുകയില്ല എന്നുള്ളത് സംശയമാണ്.
നേരത്തെ ഓർപ്പിച്ചല്ലോ, ഒരു ദൈവദാസനെ കരയിപ്പിച്ച് ഒരു ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആത്മാർത്ഥമായി നമുക്ക് വേണ്ടി കണ്ണീരൊഴുക്കുകയും ചെയ്യുന്ന ഒരു ദൈവദാസനെ കണ്ണീര് കുടിപ്പിച്ച് അദ്ദേഹത്തെ തലയിൽ കൈവച്ച് അദ്ദേഹം പോകേണ്ടി വന്നാൽ അത് ശാപമായി മാറുമെന്നുള്ളത് യാതൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് ആ വ്യക്തിയോട് പോയി നിരപ്പാകാതെ എത്ര പ്രാർത്ഥിച്ചാലും എത്ര ക്രമീകരിച്ചാലും ഒന്നും ശാപം മാറിപ്പോകത്തില്ല. അങ്ങനെയുള്ള ശാപങ്ങൾ, വ്യക്തിപരമായ ശാപങ്ങൾ ഉണ്ട്, ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടുന്ന ശാപങ്ങളുണ്ട്, അധ്യാപകരിൽ നിന്ന് കിട്ടുന്ന ശാപങ്ങളുണ്ട്, മാതാപിതാക്കളിൽ നിന്ന് കിട്ടുന്ന ശാപങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അധികാരികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മേൽ ഉള്ള അഭിഷിക്തന്മാരെ പോലുള്ളവരിൽ നിന്നുള്ള ശാപങ്ങൾ, അവർ വേദനപ്പെട്ട ശാപങ്ങളൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് ശാപമില്ലെന്നും പറയാൻ പറ്റത്തില്ല. നമ്മുടെ പിതാക്കന്മാരുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ശാപങ്ങളെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ പരിഹാരം വരുത്തി, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം പരിഹാരം വരുത്തി നമ്മൾ പോകേണ്ടതാണ്. അങ്ങനെ പോകുമ്പോൾ നമുക്ക് അത് ദുഷ്ടശക്തിയിൽ നിന്ന് നമുക്ക് വിടുതലെടുക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. തുടർന്ന് നമ്മൾ സംസാരിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് സംശയമുള്ളവർക്ക് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റുകളിടാം. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. വഴികൾ തുറന്നു കൊടുക്കാതെ, പിശാചിന് വഴികളുടെ തുറന്നു കൊടുക്കാതെ വളരെ സൂക്ഷിച്ച് ക്രിസ്തീയ ജീവിതം ചെയ്യുവാൻ, വിശുദ്ധ ജീവിതം ചെയ്യുവാൻ എന്നെ കേൾക്കുന്ന ഓരോരുത്തർ സഹായിക്കട്ടെ. സാധാരണ വ്യക്തികൾ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളാൽ നിങ്ങൾ വലയുകയാണെങ്കിൽ പ്രശ്നത്തിന് പരിഹാരം നൽകുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കുകയാണ്. കണ്ണുകളടയ്ക്കും. കർത്താവേ, നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വചനം കേൾക്കുന്ന ജീവിതങ്ങളുടെ മേൽ കർത്താവിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തി വ്യാപരിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തി അവരുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന അവസ്ഥയിൽ നിന്നൊരു വിടുതൽ കിട്ടുവാൻ, പൈശാചിക ശക്തിയുടെ സ്വാധീനത്തിൽ നിന്നൊരു പൂർണ്ണ വിടുതൽ കിട്ടുവാൻ ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരുടെ മേൽ വിടുതൽ കൽപ്പിക്കുന്നവർക്ക് ജ്ഞാനവും ഉപയോഗവും നൽകി സഹായിക്കണം. പ്രാർത്ഥനയായ സ്തോത്രം യേശു കർത്താവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ബൈ ബൈ.